ഭാരത പൗരന്മാരെ നിങ്ങൾ ജനിച്ചതഴിമതി കാണാനോ ബൂത്തുകൾ തോറും കയറിയിറങ്ങി വോട്ടു ചെയ്ത് തളരാനോ വീണ്ടും കഴുതകളാകാനോ ഭാരത പൗരന്മാരെ നിങ്ങൾ ജനിച്ചതഴിമതി കാണാനോ ബൂത്തുകൾ തോറും കയറിയിറങ്ങി വോട്ടു ചെയ്ത് തളരാനോ വീണ്ടും കഴുതകളാകാനോ താൻ പറഞ്ഞത് ശരിയാ, നമ്മുടെ നാട് ശരിക്കും നശിച്ചു. തിരുമേനിക്കറിയോ, കനിമൊഴി രാജ കൽമാടിമാരന്മാർ കൈയിട്ട് വാരിയെടുത്ത കോടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്താരും പട്ടിണിടക്കേണ്ടി വരില്ലായിരുന്നു. അഴിമതി കേസിൽ അകത്തായ നേതാവിനെ ജയിലിൽ AC റൂം കിട്ടിയില്ലെന്നും പറഞ്ഞ് ഹർത്താൽ നടത്തുന്ന അണികളുള്ള നാടാണ് നമ്മുടെ നാട്. ഈശ്വരന് പോലും വെറുത്തുമാവേദി. എല്ലാം കൈവിട്ടു പോയിട്ടോ. ജയിച്ചു പോയവരെ നിങ്ങൾ മുടിച്ചതാണിവിടം. ഭരിച്ച നാടുകളിൽ പലതും സഹിച്ചതാണു ജനം. രാഷ്ട്രീയ നാടകമാടിത്തിമിർത്തു കീശ നിറച്ചവരെ, വെളുത്ത വേഷങ്ങളെ ഞങ്ങൾ ദരിദ്രവാസികളാ. ഭാരത പൗരന്മാരെ നിങ്ങൾ ജനിച്ചതഴിമതി കാണാനോ ബൂത്തിനു മുൻപിൽ വെയിലും കൊണ്ട് ഓത്തുപോലെ നിൽക്കാനോ വീണ്ടും കഴുതകളാകാനോ പെൺവാണിഭം കളിയാക്കി മാറ്റിയ കുട്ടി നേതാക്കന്മാർക്ക് കീജെ വിളിക്കുന്നവരുടെ നാടാണ് നമ്മുടെ നാട്. അഴിമതി, അക്രമം, മോഷണം, കൊലപാതകം എന്നിവയെല്ലാം പെരുകി പെരുകി ഈ വാർത്തകൾക്കൊന്നും ഒരു പുതുമയില്ലാതായിരിക്കും തിരുമേനി. എന്തൊക്കെ പറഞ്ഞാലും ബാലവേല നിർത്തലാക്കിയില്ലേ? പക്ഷെ ബാലപീഡനം വർദ്ധിച്ചില്ലേ? വിശന്ന വയറുകളോ വഴിയിൽ തളർന്നു വീഴുമ്പോ, തെരഞ്ഞെടുപ്പിനായി കോടികൾ തുലച്ചിടുന്നിവിടെ. പല പല കൊടിയുടെ കീഴിൽ നിൽക്കും കറുത്ത സത്വങ്ങളെ, രാജ്യദ്രോഹികളെ, ഇന്ത്യയെ പറിച്ചു കീറരുതേ. ഭാരത പൗരന്മാരെ നിങ്ങൾ ജനിച്ചതഴിമതി കാണാനോ ആഴ്ചകൾ തോറും ബൂത്തുകൾ കേറി വോട്ടു ചെയ്തു മുടിയാനോ വീണ്ടും കഴുതകളാകാനോ. ഭാരത പൗരന്മാരെ നിങ്ങൾ ജനിച്ചതഴിമതി കാണാനോ ബൂത്തുകൾ തോറും കയറിയിറങ്ങി വോട്ടു ചെയ്ത് തളരാനോ വീണ്ടും കഴുതകളാകാനോ.